ചെക്കനാടിക്കും മുമ്പേ തെയ്യം താരാ ചെമ്പട്ടു വീശും മുമ്പേ. ഇത് കല്ലയം തലമുറകളായി കൈമാറി വന്ന പഴമക്കാർ നൽകിയ പേരാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ലയങ്ങളായിരുന്നു ഈ പ്രദേശം. അതായിരിക്കണം കല്ലയം എന്ന് പേരുണ്ടാവാൻ കാരണം. പൂർവകാലഘട്ട ചരിത്രം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഇവിടെ നിന്നും 200 മീറ്റർ നേരെ പോയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണാം. എയർപോർട്ടിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് കല്ലയത്തിന്റെ മുൻമുറയെക്കുറിച്ച് പറയാതെ വയ്യ. കാരണം എയർപോർട്ട് വരുന്നതിന് മുൻപ് അവിടെ കല്ലയത്തിന്റെ മുൻ തലമുറ ജീവിച്ചിരുന്ന ഭൂപ്രദേശമായിരുന്നു. അതുകൊണ്ട് കല്ലയത്തിന്റെ ഭൂതകാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു നടക്കാം. ചെക്കനാടിക്കും മുമ്പേ തെയ്യം താരാ ചെമ്പട്ടു വീശും. വിമാനത്താവളം വരുന്നതിന് മുൻപ് ആ പ്രദേശത്തെ ജനങ്ങളുടെ സാമൂഹിക ജീവിതം വളരെ നല്ല രീതിയിലായിരുന്നു. കൃഷിപ്പണിയായിരുന്നു എല്ലാവർക്കും. നിലമുഴുവാനും വിത്ത് വിതയ്ക്കാനും പുരുഷന്മാരുടെ ഒരു കൂട്ടം, ഞാറുനടാനും കളപറിക്കാനും നെല്ല് കൊയ്യാനും സ്ത്രീകളായിരുന്നു രംഗത്തിറങ്ങുന്നത്. മെതിക്കാനും രാത്രികാലങ്ങളിൽ വെള്ളം തിരിച്ചുവിടാനും എട്ടില ചക്രം ചവിട്ടാനും അങ്ങനെ എല്ലാ രീതിയിലുള്ള കൃഷിപ്പണികൾ അവർക്ക് പരിചയമായിരുന്നു. ആ കാലഘട്ടത്തിലൊക്കെ കൊയ്ത്ത് കാലമായാൽ അവരുടെ ഇടയിൽ ഉത്സവമാണ്. ഒരു പ്രത്യേക ദിവസം അവിടെ ചെറിയ ചെറിയ ചന്തകൾ ഉണ്ടാകും. പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളായ ചട്ടിയും കലവും വിൽക്കാൻ വരുന്നവരുണ്ട്. കുട്ട, മുറം, വട്ടി അങ്ങനെ ഈറ്റ കൊണ്ട് നെയ്തെടുത്തുണ്ടാക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ടാകും. അവരുടെ കൃഷിയിടങ്ങളിൽ കൃഷി ചെയ്തെടുത്ത വിവിധയിനം കാർഷിക ഉൽപ്പന്നങ്ങൾ, പഴങ്ങൾ, വിത്തുകൾ, നാടൻ മത്സ്യങ്ങൾ ആ ചന്തയിൽ വിറ്റഴിക്കും. അത് വാങ്ങാനും വിൽക്കാനും വിവിധ പ്രദേശങ്ങളിലെ മനുഷ്യരും എത്താറുണ്ട്. അതൊരു ബുധൻ ദിവസമായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ഇടത്തര വ്യാപാര മേഖലയായിരുന്നു ആ പ്രദേശം. ഇങ്ങനെയൊരു വ്യാപാര മേഖല ഉണ്ടാവണമെങ്കിൽ മുൻ തലമുറകളായി കൈമാറി വന്ന സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നിസ്സംശയം കൂടാതെ പറയാൻ പറ്റും. കാരണം ഈ രാജ്യം നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നടത്തിയതായിട്ടുള്ള ചരിത്രം നമുക്കറിയാം. എന്തായാലും ആ മനുഷ്യർ പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും കലഹങ്ങളില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതായിരുന്നു കല്ലയത്തിന്റെ മുൻ തലമുറ ജീവിച്ചിരുന്നപ്പോൾ അവരുടെ സാമൂഹ്യ ജീവിതം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ലോകോത്തര നിലവാരമുള്ള ടൗൺഷിപ്പോട് കൂടിയ വിമാനത്താവളം ഇവിടെ വരുമെന്ന് അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. വികസനത്തിന്റെ പേരിൽ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തകർന്നടിച്ച മനസ്സുമായി എങ്ങോട്ടില്ലാത്ത യാത്രയായിരുന്നു ആ പച്ചയായ മനുഷ്യർ. അവർ ജീവിച്ചിരുന്ന ആ മണ്ണ് അവർക്കത് വെറുമൊരു മണ്ണായിരുന്നില്ല. അവരുടെ പൂർവികരെ അടക്കം ചെയ്ത സ്ഥലമാണ്. അവരുടെ കൺകണ്ട ദൈവങ്ങളെ കുടിയിരുത്തിയ ഭൂപ്രദേശമാണ്. അവരുടെ ഭൗതിക ശരീരം മാത്രമേ അവിടെ നിന്നും പോയിട്ടുള്ളൂ. ശാരീരം അവിടെ തന്നെയുണ്ട്. പ്രകൃതിയായിരുന്നു അവരുടെ എല്ലാം. പ്രകൃതിയെ സ്നേഹിച്ചും ബഹുമാനിച്ചും പ്രകൃതിയെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ജനത. പ്രകൃതിയിലെ കാടും മലയും പുഴയും മലിനമാക്കാതെ പ്രകൃതിയെ സംരക്ഷിച്ചു നിലനിർത്തിയ ജനത. കാലങ്ങളോളം ചേറിലും ചെളിയിലും നെൽപ്പാടങ്ങളിലും പണിയെടുത്ത് തലമുറകളെ സൃഷ്ടിച്ച ജനത. അവർക്കൊരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. കലയും സാഹിത്യവും ഭാഷയും വച്ചാരാധനകളും ഉണ്ടായിരുന്നു. മാടൻ, മറുത, ചാത്തൻ, കരിങ്കാടി എന്നിങ്ങനെയായിരുന്നു അവരുടെ കാണപ്പെട്ട ദൈവങ്ങൾ. ഇതെല്ലാം പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് നിസ്സംശയം കൂടാതെ പറയാൻ പറ്റും. കാരണം അവർ എവിടെ നിന്നും വന്നവരല്ല. ഈ മണ്ണിലെ ചേറിൽ പരിണമിച്ച് ജീവിച്ചു തലമുറ തലമുറകളായി വസിച്ചവരാണ്. അവർക്ക് നാടും മലയും പുഴയും കാടും വന്യജീവികളും അന്യമല്ല. കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ മറന്നുപോയ ഒരു കൂട്ടം ജനത. ആ ജനതയുടെ പിൻതലമുറക്കാരാണ് ഇന്ന് എയർപോർട്ടിന്റെ പ്രാന്തപ്രദേശത്ത്
ദുഃഖങ്ങൾ പേറി പ്രതീക്ഷകളറ്റ് കാലം കഴിയുന്നവർ. കേരളത്തിൽ എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ വിമാനത്താവളവും രാജ്യാന്തര വിമാനത്താവളവുമായ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് നിലവിൽ സ്ഥിതി ചെയ്യുന്നത് 1300 ഏക്കർ ഭൂപ്രദേശത്താണ്. ഇവിടെ എയർപോർട്ട് വരുന്നതിന് ഏകദേശം അരനൂറ്റാണ്ട് മുൻപ് ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിപ്പാർത്തിരുന്ന ജനവാസ മേഖലയും പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കൃഷിഭൂമിയുമായിരുന്നു. ഇന്നവിടെ നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ആ ജനവാസ മേഖലയും നെൽപ്പാടങ്ങളും കൃഷിഭൂമിയും നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഭാഗമായി അവിടെ നിലവിൽ എയർപോർട്ടും എയർപോർട്ടിനനുബന്ധമായി കെട്ടിടങ്ങളും കെട്ടിട സമുച്ചയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും വന്നതിനാൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. 1300 ഏക്കർ വരുന്ന ഭൂപ്രദേശത്ത് നിന്നും ആയിരക്കണക്കിന് ജനങ്ങളെ ഇറക്കിവിട്ടതിനു ശേഷമാണ് ഇവിടെ എയർപോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇറക്കിവിട്ട മണ്ണിന്റെ അവകാശികൾ വിവിധ പ്രദേശങ്ങളിലേക്ക് ചിഹ്നച്ചിതറി പോവുകയും പിന്നീട് അവർക്ക് എന്തു സംഭവിച്ചുവെന്ന് ഇവിടുത്തെ ചരിത്ര പണ്ഡിതന്മാരോ മാധ്യമപ്രവർത്തകരോ പൊതുപ്രവർത്തകരോ നാളിതുവരെ ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ല. ഇവിടെ നിന്നും ചിഹ്നച്ചിതറി പോയിട്ടുള്ള ഈ മണ്ണിന്റെ അവകാശികളായ ഈ രാജ്യത്തിന്റെ തദ്ദേശ ജനതയെക്കുറിച്ച് ഈ കാലഘട്ടത്തിലെ ഈ തലമുറ ചർച്ച ചെയ്യേണ്ടതല്ലേ? മുമ്പേ തെയ്യം താരാ ചെമ്പട്ടു വീശും. നെടുമ്പാശ്ശേരിയിലെ വിശാലമായ ആ പാടശേഖരങ്ങൾക്ക് സമീപത്തെ വിമാനത്താവളത്തിലേക്ക് ആദ്യത്തെ വിമാനം പറന്നിറങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് പൂർത്തിയാവുന്ന ഈ വേളയിൽ ലോകഭൂപടത്തിൽ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ എയർപോർട്ട്. 1994 മാർച്ച് 30 രജിസ്റ്റർ ചെയ്ത സിയാൽ 1999 മെയ് 25 അന്നത്തെ രാഷ്ട്രപതി KR നാരായണനാണ് രാജ്യത്തിന് ഈ എയർപോർട്ട് സമർപ്പിച്ചത്. നെടുമ്പാശ്ശേരിയിൽ 1300 ഏക്കറിലായി പ്രവർത്തിക്കുന്ന ഈ വിമാനത്താവളം പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച ഗ്രീൻഫീൽഡ് വിമാനത്താവളം കൂടിയാണ്. കൊച്ചിൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് 1300 ഏക്കർ വരുന്ന ഭൂപ്രദേശത്തെ നെൽപ്പാടങ്ങളും അതിലെ ഭൂഗർഭ സ്രോതസ്സുകളും തണ്ണീർ തടാകങ്ങളും ജനവാസ മേഖലയും മണ്ണിട്ട് നികത്തിയതിനു ശേഷം നിർമ്മിച്ച എയർപോർട്ടാണ്. ഈ എയർപോർട്ട് വന്നതിനു ശേഷം നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നിലവിൽ നിലനിൽക്കുന്നുണ്ട്. വേനൽക്കാലമായാൽ ജനവാസ മേഖലകളിലെ കിണറുകൾ വറ്റി രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. റൺവേയിൽ വിമാനമിറങ്ങുമ്പോൾ സമീപ പ്രദേശങ്ങളിലെ വീടുകൾ വിറയ്ക്കുന്ന സാഹചര്യം, ശബ്ദമലിനീകരണം എന്നിങ്ങനെ നിരവധിയാണ്. വേറെ എവിടെയും പോകാൻ നിർവാഹമില്ലാത്തതിനാൽ സമീപവാസികൾ എല്ലാം തരണം ചെയ്ത് സഹിച്ച് ആ പ്രദേശത്ത് സ്വപ്നങ്ങൾ നെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെ എന്ന പ്രതീക്ഷയിലാണവർ. അവർ ജീവിച്ച മണ്ണുപേക്ഷിച്ച് ഇനി അവിടെ നിന്നും അവർക്ക് പോകാനാവില്ല. ഇനിയൊരു മാറ്റിപ്പാർപ്പിക്കൽ അവർക്ക് താങ്ങാനാവില്ല. ജീവിതകാലം സമ്പാദിച്ചതെല്ലാം സ്വരുക്കൂട്ടിയാണ് അവർ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തുയർത്തിയിരിക്കുന്നത്. ആ ഭൂപ്രദേശവും അവിടുത്തെ ജനങ്ങളുമായി നല്ല പോലെ പൊരുത്തപ്പെട്ട് ഇണങ്ങി ജീവിച്ച് കഴിഞ്ഞിരിക്കുന്നു അവർ. ഇനിയൊരു ആവാസ മേഖല സ്വപ്നം കാണാൻ അവർക്കാവുമോ? ചെക്കനാടിക്കും മുമ്പേ തെയ്യം താരാ ചെമ്പട്ടു വീശും. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ റൺവേയുടെ വികസനത്തിന്റെ ഭാഗമായി ഇനിയും സ്ഥലം ഏറ്റെടുക്കുമെന്നുള്ള വാർത്തകളാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പൊതുപ്രവർത്തകരും പൊതുജനങ്ങളും പറയുന്നത് ഇനിയും സ്ഥലം ഏറ്റെടുക്കാൻ സാധ്യതയില്ല എന്നാണ്. ഇത് ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം വന്നിരിക്കുന്നു. എന്നാൽ ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും കാലാന്തരത്തിൽ എയർപോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന കല്ലയം, കല്ലങ്കോട്ടം, പ്രസന്നപുരം, കുഴിപ്പള്ളം, നെടുമ്പാശ്ശേരി എന്നീ വിവിധ പ്രദേശങ്ങൾ സിയാൽ ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഒരുപാട് വിദൂരവുമല്ല. ചെക്കനാടിക്കും മുമ്പേ തെയ്യം താരാ ചെമ്പട്ടു